ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ്ഡൈൻ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഗ്രീൻ ദോശയാണ്. വളരെയധികം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഈ ദോശ കഴിക്കുന്നത് വണ്ണം കുറയ്ക്കാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പ്രോട്ടീൻ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളത് നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യും. ചെറുപയർ മുളപ്പിച്ചതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കപ്പുണ്ട്. കുതിർത്തതിന് ശേഷം മുളപ്പിച്ചെടുത്ത ചെറുപയറാണ്. അത് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ്. 6 കഷ്ണം ചെറിയ ഉള്ളി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി 1 കഷ്ണം ജിഞ്ചർ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ഗ്രീൻ ചില്ലി, 1 തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഫെർമെൻറ്റേഷന് വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം ദോശ. ഇതുണ്ട്, ഈ ഒരു കൺസിസ്റ്റൻസി, അതായത് ദോശ മാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് ആ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്താൽ മതി. ഞാനൊരു അയൺ തവ നന്നായി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എള്ളെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഒഴിച്ച് ഓരോ ദോശ ചുട്ടെടുക്കാം. കുറച്ച് ഗീ അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ എള്ളെണ്ണ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടും. ഇപ്പോൾ 1 സൈഡ് ആയിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്യാം, തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ദോശ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കി ദോശയും കൂടി ചുട്ടെടുക്കാം. ചെറുപയർ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അത് മുളപ്പിച്ച് കഴിച്ചാൽ ഒന്നുകൂടെ ഗുണം കൂടുകയുള്ളൂ. നമുക്കെല്ലാവർക്കും അറിയാം, നല്ല പ്രോട്ടീൻ റിച്ചാണ് ചെറുപയർ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും അല്ലെങ്കിൽ ഡിന്നറിനുമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണിത്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ തന്നെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയാണ്, അതോടൊപ്പം തന്നെ വളരെയധികം ഗുണങ്ങളുമുള്ള ഈ ഗ്രീൻ ദോശ എല്ലാവരും തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. എന്തായാലും ഇഷ്ടമാകും. ഇതിന് മുളകും ഇഞ്ചിയും ഉള്ളിയും എല്ലാം ചേർന്ന് വരുന്ന കാരണം ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും ആവശ്യമില്ല. അതല്ലാതെ തന്നെ ഇത് കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്. ഇനി അഥവാ നിങ്ങൾക്ക് ചട്നി വേണമെന്നുണ്ടെങ്കിൽ ഒരു തേങ്ങാ ചട്നിയുടെ കൂടെ കഴിക്കാം. അടിപൊളി ടേസ്റ്റിയാണ്. നോക്കിക്കേ, നമ്മുടെ ഗ്രീൻ ദോശ, പ്രോട്ടീൻ റിച്ച് ഗ്രീൻ ദോശ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. എന്തായാലും ഇഷ്ടമാകും. വീണ്ടും നല്ല വീഡിയോയുമായി കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.